നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. പത്തലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് ഞങ്ങളുടെ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലൊരു കറിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ്. ഇതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ പ്രഷർ കുക്കറിൽ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, പിന്നെ ചെറിയൊരു പച്ചക്കായും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കുറുമയിൽ പച്ചക്കായ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പച്ചക്കായ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം ബീൻസ് ചേർക്കാം. ഇനിയിപ്പോൾ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. ബീൻസ് അല്ലെങ്കിൽ കോളിഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഈ കുറുമയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസൊക്കെ ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസും കൂടി ചേർക്കുന്നുണ്ട്. ഫ്രോസൺ ഗ്രീൻ പീസാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തോളും. അതുകൊണ്ട് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പച്ചക്കറി മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ച് വെയിറ്റ് ഇട്ടതിന് ശേഷം അടുപ്പത്തേക്ക് മാറ്റാം. ഞാൻ ഈ പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിനി വെജിറ്റബിൾസ് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കൂടുതൽ സമയം വേവിക്കരുത്, ഒരു വിസിൽ വരുന്നത് വരെ മാത്രമേ വേവിക്കാവൂ. കാരണം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ കൂടുതൽ വെന്തുടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോവും, ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അധികം വെന്തുടയാതെ നമുക്ക് ചെറുതായിട്ടൊന്ന് വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് വരെ തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്തിരിക്കുകയാണ്. ഇതിലേക്കൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളിയും വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കസ്കസാണ്, അതായത് വൈറ്റ് പോപ്പി സീഡ്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 4-5 കശുവണ്ടി ചേർത്ത് കൊടുത്താലും മതി. വെള്ള കസ്കസ് കിട്ടുവാണെങ്കിൽ അത് ചേർക്കുക, നല്ല ടേസ്റ്റാണ്. കടലക്കറിയിലും വെജിറ്റബിൾ കുറുമയിലും ഒക്കെ കസ്കസ് അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പണ്ട് കാലത്തൊക്കെ ബിരിയാണിയിലൊക്കെ കസ്കസ് അരച്ച് ചേർക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കസ്കസ് കിട്ടും, പക്ഷേ ഗൾഫിൽ പ്രത്യേകിച്ച് UAE-ലൊന്നും കസ്കസ് കിട്ടില്ല, അവിടെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ കസ്കസിന് പകരം കശുവണ്ടി ഉപയോഗിക്കാം. തേങ്ങയുടെ കൂടെ ഒരു 4-5 കശുവണ്ടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് വരെ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പ് നമുക്കിവിടെ മാറ്റി വെക്കാം. ഒരു വിസിലിന് ശേഷം ഞാൻ ഈ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. വെജിറ്റബിൾസൊക്കെ നല്ല പാകത്തിന് വെന്തിരിക്കുകയാണ്, ഒട്ടും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, എന്നാൽ പാകത്തിന് വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി വെജിറ്റബിൾസ് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രം ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാത്രം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഞാൻ 4-5 ചെറിയ കഷ്ണം പട്ടയും അതുപോലെ ഒരു കറുത്ത കളറിലുള്ള ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ കറുത്ത ഏലക്കായ് കയ്യിലില്ലാത്തവർ സാധാരണ പച്ച ഏലക്കായ് ഒരു 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില എണ്ണയിൽ കിടന്നൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നല്ല ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കണ്ട, ചെറുതായിട്ട് കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി, അത്ര വരെ വഴറ്റുക. അതിനുശേഷം ഇതിലേക്കൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്ത സമയത്ത് ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് വാടി കിട്ടും. ഉപ്പ് കൂടുതൽ ചേർക്കരുത്, നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് കൂടുതൽ ചേർക്കരുത്. ഒരല്പം ഉപ്പ് ചേർത്തിട്ട് തക്കാളി നന്നായിട്ട് സോഫ്റ്റായി മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഒരു 4-5 മിനിറ്റ് സമയമെടുക്കും തക്കാളി നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റി കുറച്ചൊന്ന് സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അരപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾ കുറുമ പൊതുവെ അല്പം തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കറിക്ക് കട്ടി വേണ്ടാന്നുള്ളവർക്ക് ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ തിക്നെസ് ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കറി തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് സമയം മതിയാവും. 5 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് തുറന്ന് നോക്കാം. കറി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി ഇതുപോലെ ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ പൊടികളൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവ് ആവശ്യത്തിന് ഇതിലുണ്ടാവും. കാരണം നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്തിരുന്നതാണല്ലോ, അപ്പോൾ അത്യാവശ്യത്തിന് എരിവുണ്ടാവും. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. നമുക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ കൂട്ടാൻ പാകത്തിലുള്ള ഒരു കട്ടിയിലാണ് ഇതുള്ളത്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്തലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അതുപോലെ നമുക്ക് പാർട്ടിയിൽ ഇടിയപ്പത്തിനും വെള്ളയപ്പത്തിനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കുറുമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വെജിറ്റബിൾ കുറുമ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്